all, hi Vidu, good morning. Hi all, welcome back to my YouTube channel. ഇന്ന് നമ്മൾ വയനാടൻ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാണ്. ഏർലി മോർണിംഗ് ഒരു 5 o'clock ആയി. വിധു ഉറക്കമായിരുന്നു, അപ്പോൾ അവനെടുത്തപ്പോൾ എണീറ്റു. അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ജേർണി. അല്ല വിധു, സ്മൈൽ, ഒരു സ്മൈൽ കൊടുത്തേ. അയ്യാ, അപ്പം ശരി എന്നാലും. സോ ദിസ് ഇസ് മൈ അറ്റയർ, ഒരു കാഷ്വൽ വെയർ. സോ നമുക്ക് ഇറങ്ങിയാലോ. ബൈ പറ. ബൈ 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 ബൈ. സോ നമ്മളിപ്പോൾ മൈസൂർ ഹൈവേ സ്റ്റാർട്ട് ചെയ്തു. നോർമലി ഈ ടൈമിൽ നമ്മൾ ആക്ച്വലി ഗുണ്ടൽപേട്ടൊക്കെ എത്തുന്ന ടൈമാണ്. ബട്ട് വാവ ഉള്ളതുകൊണ്ട് നമ്മൾ നിർത്തി സ്ലോ ഡൗൺ ആക്കിയിട്ടാണ് യാത്ര ചെയ്യുന്നത്. അതുകൊണ്ട് ഇപ്പോൾ മൈസൂർ ഹൈവേ എത്തി. ഈ യാത്ര എനിക്ക് വളരെ ആവശ്യമുള്ളൊരു യാത്രയായിരുന്നു. ബിക്കോസ് ഡെലിവറിക്ക് മുമ്പേ, പ്രഗ്നൻസീൻ്റെ മുമ്പെയാണ് ഞാൻ ലാസ്റ്റ് ട്രാവൽ ചെയ്തത്. ഏകദേശം ചിത്രദുർഗയാണ് തോന്നുന്നു. ചിത്രദുർഗയിലേക്കാണ് ലാസ്റ്റ് പോയത്. മാൽഡീവ്സ് കഴിഞ്ഞിട്ട് പിന്നെ ചിത്രദുർഗ, ഗോവ പോയി, അത് കഴിഞ്ഞ് ചിത്രദുർഗ. സോ അത് കഴിഞ്ഞിട്ട് ദിസ് ഈസ് എ സ്പെഷ്യൽ വൺ. ഐ നീഡഡ് എ ബ്രേക്ക്. സോ പോസ്റ്റ് ഡെലിവറി ഈ യാത്ര എനിക്ക് അത്യാവശ്യമായിരുന്നു. ഇപ്പം എനിക്ക് ബാക്ക് ടു ഓഫീസ് ആഫ്റ്റർ മെറ്റർണിറ്റി ലീവ് എനിക്ക് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് കുറച്ചൊക്കെ ഒരു പേടി ഉണ്ടായിരുന്നു വാവേനെ കൊണ്ട് ആദ്യമായിട്ട് വരുന്നത്. സ്പെഷ്യൽ ട്രിപ്പാണ് എനിക്കും ഇതും വേണം. സോ ഇത് ഞങ്ങൾ താറ് വാങ്ങിച്ചിട്ടുള്ള ഫസ്റ്റ് ട്രിപ്പാണ്. താറ് വാങ്ങിച്ചിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 5 months ആയി. യാത്ര ചെയ്തിട്ടുണ്ട്. ട്രിപ്പ് നമ്മൾ നാട്ടിൽ നിന്നിപ്പോൾ വന്നതൊക്കെ കാറിൽ തന്നെയാണ്. നല്ല കംഫർട്ടബിൾ ആണ്. മൈസൂർ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾ ടൈം സ്പോട്ടാണ്. ലൈക്ക് ഞങ്ങൾ മൈസൂർ എത്തിക്കഴിഞ്ഞാൽ ഇവിടെ നിർത്തി ചായ കുടിച്ചിട്ട് പോകാറുള്ളൂ. സോ ഇപ്പം ഞങ്ങൾ വിധുവിനേറ്റ് ആദ്യമായിട്ടാണ്. അപ്പം ഞങ്ങൾ അവരെ വെയിറ്റ് ചെയ്യുകയാണ്. അവർ ഓൺ ദ വേ ആണ്. അപ്പം ചായ കുടിച്ചിട്ട് ഇനി ഒരു ബ്രേക്ക് എടുത്തിട്ട് കയറാമെന്ന് വിചാരിച്ചു. അപ്പം ഏട്ടനും ഭാവിയും കൂടിയിട്ട് കളിക്കുകയാണ്. സോ അവരെത്തി. ഇത് സുകന്യ, സുഗു എന്ന് വിളിക്കും. ബിനീഷ് ഏട്ടൻ, അജുട്ടൻ, പിന്നെ ഇതാ അലീന വാവനെ എടുത്തിരിക്കുകയാണ്, പ്രവീൺ ബ്രോ. സോ ഞങ്ങൾ ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്തു. എക്സൈറ്റഡ് ആണോ വയനാട് ട്രിപ്പ്? ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ? നമുക്ക് പോവാം, സെറ്റ് ആക്കാം. സോ ഞങ്ങളിപ്പോൾ ഗുണ്ടൽപേട്ട് കഴിഞ്ഞു. ഓൺ ദി വേ ടു ബണ്ടിപ്പൂർ. നമ്മൾ ഫോറസ്റ്റ് കയറാൻ പോവുകയാണ്. ബണ്ടിപ്പൂർ കഴിഞ്ഞാൽ മുത്തങ്ങ കഴിഞ്ഞ് കഴിഞ്ഞാൽ വയനാട്. സോ ഇതാണ് നമ്മളെ റൂട്ട്. അപ്പം ഇപ്പോൾ ഗുണ്ടൽപേട്ട് എത്തി. ബണ്ടിപ്പൂർ ഓൺ ദ വേ ആണ്. അപ്പം നമുക്കിവിടെ നല്ല സൺഫ്ലവർ, ഫുൾ ഓഫ് സൺഫ്ലവേഴ്സ് ആണ് ആക്ച്വലി. അപ്പോൾ ഇത് അവരിങ്ങനെ അവരുടെ ഒരു സഫാരി ലോഡ്ജാണ്. സോ അവരിങ്ങനെ പേ ചെയ്യണം നമ്മൾക്ക് സൺഫ്ലവറിൻ്റെ അവിടെ കയറാനും അവരുടെ ഫീൽഡിൽ കയറാനും ഫോട്ടോസ് എടുക്കണമെങ്കിൽ. നമ്മൾക്ക് ഇത് ടൂറിസ്റ്റിൻ്റെ സ്പോട്ട്സ് ആണ്. സോ ഞങ്ങൾ പേ ചെയ്തത് 100 rupees ആയിരുന്നു ഫോർ 6 persons. ഈ പ്ലേസ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഫുൾ യെല്ലോയിഷ് ആയിരുന്നു ഫീൽഡ് മുഴുവൻ. സോ ഞങ്ങളങ്ങനെ വീഡിയോ എടുത്തിരിക്കുമ്പോഴാണ് അവിടുത്തെ ഓണർ വന്നിട്ട് ഈ സീഡ് കയ്യിൽ വരുന്നത്. അപ്പോൾ ഇത് സൺഫ്ലവറിൻ്റെ സീഡാണ്. ഇവരിത് ഉണക്കിയിട്ട് ഗുണ്ടൽപേട്ട് മാർക്കറ്റിൽ കൊണ്ടുപോയിട്ട് വെക്കും. എന്നിട്ടാണ് ഓയിൽ ഇതിലും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ ഞങ്ങളെല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നെക്സ്റ്റ് ട്രാവൽ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ബിക്കോസ് ഇനിയിപ്പോൾ ബണ്ടിപ്പൂർ ഫോറസ്റ്റ് ആണ്. അപ്പോൾ നമുക്ക് റെസ്റ്റോറൻറ്റ്സ് ഒന്നും ഉണ്ടാവില്ല ഓൺ ദ വേ. അപ്പം നമ്മളിവിടെ കാമത്ത് ഉടുപ്പി കഫേയിലാണ് കയറിയത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. സോ ഞാൻ പാവയ്ക്ക് ഏർലി മോർണിംഗ് ആയതുകൊണ്ട് കുറുക്കൊക്കെ പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ നിർത്തിയിട്ട് അവന് കുറുക്കൊക്കെ കൊടുത്തു. ഞങ്ങള് ചായ കുടിച്ചു, ഫ്രഷ് ആയി. അവന് ജോയിൻ ചെയ്തായിരുന്നു ചായ. അപ്പോൾ എല്ലാവരും ബാക്ക് ടു ട്രാവലിംഗ് ആയി. അപ്പം ഇത് ഓൺ ആയിട്ടുണ്ട്. അവൻ സ്പിന്നറിൽ കളിക്കുക. അപ്പോൾ
അത് ഞങ്ങൾ ഫോറസ്റ്റ് കയറി, ബണ്ടിപ്പൂർ ഫോറസ്റ്റ്, ഇത് കഴിഞ്ഞ് മുത്തങ്ങ. ഈ ഫോറസ്റ്റിലൂടെ പോകുന്നത് ഭയങ്കര പീസ്ഫുള്ളായ യാത്രയാണ് കേട്ടോ. നല്ലൊരു പീസ്ഫുൾ വൈബാണ്. ഞാൻ കുറേ അനിമൽസിനെ കണ്ടത്. ആക്ച്വലി ഈ ആനയ്ക്ക് വയ്യായിരുന്നു, കാലുകൊണ്ട് വയ്യായിരുന്നു. പിന്നെ കുറേ അനിമൽസിനെ കാണാൻ പറ്റി. അങ്ങനെ ഞങ്ങൾ വയനാട് എത്തി. അപ്പോൾ എല്ലാവർക്കും നല്ല ദാഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഓഗസ്റ്റ് എന്ന് പറയുന്ന കഫേയിൽ ഇറങ്ങിയിട്ട് ഒരു ലൈം സോഡ കുടിച്ചു. എങ്കിൽ എല്ലാവരും ലൈം സോഡ തന്നെയാണ് ഓർഡർ ചെയ്തത്. വിധു ഇതാ ഉറങ്ങി എണീറ്റ് ഇരിക്കുവാണ്. അജിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. സോ ഞങ്ങൾ മേപ്പാടി എത്തി. ഞങ്ങൾ ബുക്ക് ചെയ്ത റിസോർട്ടിൻ്റെ പേര് മൗണ്ടൻ വ്യൂ റിസോർട്ട് എന്നാണ്. സോ ആക്ച്വലി ചെക്ക് ഇൻ 2 o'clock അപ്പം ഞങ്ങൾ നേരത്തെ എത്തിയത് കൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവാമെന്ന്. 900 കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് അടുത്ത് തന്നെയാണ്. ഐ ഗെസ് ഓൾമോസ്റ്റ് ഒരു 22 കിലോമീറ്റർ ഉണ്ട്. 3/4 മണിക്കൂർ 45 മിനിറ്റ്സാണ് കാണിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഗ്ലാസ് ബ്രിഡ്ജ് കണ്ടിട്ട് അങ്ങനെ ചെക്ക് ഇൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാൻ പോവുകയാണ്. ഓൺ ദ വേ ടു ഗ്ലാസ് ബ്രിഡ്ജ്. അപ്പോൾ സോ ഇൻ ബിറ്റ്വീൻ വിധുവിന് ചെറിയ വാശി പിടിച്ചു. അപ്പോൾ ഫീഡ് ചെയ്യാൻ വേണ്ടി നിർത്തിയിരിക്കുന്നു. ഫീഡ് ചെയ്തിട്ട് ആൾ ആക്റ്റീവ് ആയപ്പോൾ ഉള്ള കളിയാണിത്. സോ ഞങ്ങൾ ജേർണി വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. ഈ വ്ളോഗ് ആക്ച്വലി ഞാൻ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 ആയിട്ട് ഇടാനാണ് വിചാരിക്കുന്നത്. ബിക്കോസ് ഇനിയും ഞാൻ 900 കണ്ടിയുടെയും റിസോർട്ടിൻ്റെ വീഡിയോസൊക്കെ നെക്സ്റ്റ് പാർട്ടിൽ ഇടാം, പാർട്ട് 2 ആയിട്ട്. ഇത് കുറച്ച് ലോങ് വീഡിയോ ആയി പോകും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ആൻഡ് താങ്ക്സ് ഫോർ വാച്ചിങ്. അണ്ടിൽ നെക്സ്റ്റ് വീഡിയോ, ബൈ.